ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യവേ അവിടെ കള്ളത്തരങ്ങൾ കാണിക്കുകയും കണക്കിൽ തിരിമറി നടത്തുകയൊക്കെ ചെയ്ത ഒരാളെ ആ സ്ഥാപനത്തിൽ നിന്നും പറഞ്ഞു വിടുമ്പോൾ അയാളുടെ ഭൂതകാലം കൃത്യമായി അന്വേഷിച്ച് പഠിക്കാതെ മറ്റൊരാൾ അയാളെ വിളിച്ചുകൊണ്ടുപോയി വളരെ വിശ്വാസത്തോടുകൂടി അയാളുടെ സ്ഥാപനത്തിൽ അയാൾക്ക് ജോലി കൊടുത്താൽ എങ്ങനെയുണ്ടാവും? പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ കമന്റിൽ തെറി വിളിക്കുന്നത് ഒരു പ്രത്യേക സമുദായക്കാരൻ. നിങ്ങൾ വാച്ച് ചെയ്തോ, പേര് മുസ്ലിം സമുദായമായിരിക്കും ഏറ്റവും കൂടുതൽ എന്നെ തെറി വിളിക്കുന്നത്. എന്നെയും എൻ്റെ ഭാര്യനെയും പിരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ അടുത്ത് പോയിട്ട് എൻ്റെ കുറ്റവും പറഞ്ഞ് കമന്റ് എഴുതും, എൻ്റെ അടുത്ത് വന്നിട്ട് അവളുടെ കുറ്റവും പറഞ്ഞ് കമന്റ് എഴുതും. ഭയങ്കര രസമാണ് കാണാൻ ഇവരുടെ ഈ കുത്തിത്തിരിപ്പ് കാണാൻ. ഒരുതരം ജിഹാദാണ് നടത്തുന്നത്, ഒരുതരം ജിഹാദ്. അപ്പൊ ഇന്നലെ തന്നെ രാത്രി 3 മണിക്ക് എഴുന്നേറ്റെന്ന് പറഞ്ഞില്ല ഇദ്ദേഹത്തിന്റെ മെസ്സേജ് ഒക്കെ കണ്ടത്. ആ സമയത്ത് ഞാൻ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ മുസ്ലിമീങ്ങൾ ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ തെറി പറയുന്നു, ഞാൻ എന്താ ചെയ്യാം? അപ്പൊ എൻ്റെ അടുത്ത് ഈശോ സംസാരിച്ചു, ദൈവം സംസാരിച്ചു. നിങ്ങൾ കേൾക്കണം കേട്ടോ, നല്ലതാ. എൻ്റെ അടുത്ത് ഉള്ളിൽ തോന്നിയ ഒരു തോന്നലാണ്. ഒരു നല്ല മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കായി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. ഒന്ന് പറയാമോ, എനിക്കായി പ്രാർത്ഥിക്കണേന്ന് പറയാമോ? കണ്ടോ, അത് നല്ല മനുഷ്യൻ. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞു. എന്നാൽ ഒരു ചീത്ത മനുഷ്യൻ എന്നെ നോക്കിയിട്ട് എടാ ഡാഷ് മോനെ എന്ന് വിളിച്ചു. താങ്കൾ അങ്ങനെ വിളിക്കില്ലെന്ന് എനിക്കറിയാം. ഡാഷ് മോൻ, ഡാഷ് എന്ത് വേണമെങ്കിലും പൂരിപ്പിച്ചോ, വിളിച്ചു. ഇയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ഇയാൾ പറഞ്ഞത് പ്രാർത്ഥിക്കണേന്നല്ലേ? ഇയാളും പറഞ്ഞത് പ്രാർത്ഥിക്കണേന്നാ, പക്ഷെ ഇയാളുടെ ഭാഷയിലാന്ന് മാത്രം എനിക്ക് പിടിയിട്ടില്ല. ഇയാൾ എന്നെ തെറി പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇയാൾക്ക് എന്റെ പ്രാർത്ഥന ആവശ്യമുണ്ടെന്നാണ്. കാരണം ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നിന്നെ അധിക്ഷേപിക്കുന്നവരെ നീ അനുഗ്രഹിക്കണം എന്നാണ്. നിന്നെ പറ്റി പഴി പറയുന്നവരെ നീ അനുഗ്രഹിക്കണം. അപ്പൊ ഇദ്ദേഹം എന്നെ തെറി പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ എടാ ഡാഷ് എന്ന് വിളിച്ചാൽ ഞാൻ മനസ്സിലാക്കേണ്ടെങ്കിൽ എന്നറിയോ, എനിക്കായി പ്രാർത്ഥിക്കണേ എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ഞാൻ വിശ്വസിക്കുന്ന തത്വങ്ങളെക്കുറിച്ച്, ഞാൻ വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇനി അവരോട് പറയണം. ഇത്രയും നാൾ ഞാൻ മതത്തിനൊരു വേദന ഉണ്ടാവരുത്, സങ്കടം ഉണ്ടാവരുത് ആർക്കും എന്നൊക്കെ വിചാരിച്ച് മിണ്ടാണ്ടിരുന്ന കാര്യങ്ങൾ ഇനി ഞാൻ മിണ്ടും എന്ന് സാരം. കാരണം ഇവർ നമ്മളോട് എപ്പോഴും വന്ന് ഇങ്ങനെ ഓരോ തെറി പറയുമ്പോഴും പ്രാർത്ഥിക്കട എന്ന് പറയുന്നതുകൊണ്ട് തീർച്ചയായും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി നന്മ ചെയ്യും. അതും കൂടിയാണ് ഒരു തീരുമാനം ഞാൻ എടുത്തത്. കേരളത്തിലെ ക്രൈസ്തവരിൽ പരസ്പരം അകന്നു കഴിയുന്ന ദമ്പതികൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ പാലം പണിയുകയും അവർക്കിടയിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്ത് വിതച്ച് അതിനെ നനച്ച് പരിചരിച്ച് പരിലാളിച്ച് പരിപോഷിപ്പിച്ച് അവരെ ഒരുമിപ്പിക്കാൻ, ഒന്നിച്ചു കൊണ്ടുപോകാൻ ഇറങ്ങിത്തിരിച്ച ഒരു ഫാമിലി. കൗൺസിലിംഗ് എന്ന പേരിൽ കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും ഇടവകകളിൽ കയറി ഇറങ്ങിയും നടന്ന ആ ഭാര്യയും ഭർത്താവും ശരിക്കും പറഞ്ഞാൽ കുടുംബകലഹം 100,000 ദിവസവും പിന്നിട്ട് അതിൻ്റെ കൊട്ടിക്കലാശം എന്ന നിലയിൽ ഭർത്താവ് ഭാര്യയുടെ തല സെറ്റോ ബോക്സിന് അടിച്ചു പൊട്ടിച്ചതോടുകൂടി രക്തത്തിൽ കുളിച്ച ഭാര്യ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് മാതൃകാ ദമ്പതികളുടെ നാറിയ കഥകൾ അലമുറയിട്ട് കരഞ്ഞു പറയുന്ന കാഴ്ച ലോകത്തെമ്പാടുമുള്ള ഏറെക്കുറെ മലയാളികളും കണ്ടതാണ്, കേട്ടതാണ്. ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ തട്ടിക്കൂട്ടിയ ഫിലോകാലിയ എന്ന പണപ്പെട്ടിയിലേക്ക് വന്നുകൊണ്ടിരുന്ന പണത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. ഇതോടെ കാര്യങ്ങൾ കാലേ കൂട്ടി മനസ്സിലാക്കിയ ഭാര്യ സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ, സ്വന്തം കാലിൽ നിൽക്കാൻ ഇപ്പോൾ അച്ചാറുണ്ടാക്കി വിൽക്കുന്നു. എന്നാൽ ശരീരമനങ്ങി പണിയെടുത്ത് അധ്വാനിച്ച് ജീവിച്ച് മുൻപരിചയമില്ലാത്ത മാരിയോ ജോസഫ് വീണ്ടും എങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കാം എന്ന ആലോചനയിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ തൻ്റെ വിശ്വാസം തിരിച്ചു പിടിക്കാൻ, വീണ്ടെടുക്കാൻ ബൈബിളിലെ ചില വരികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ ചില പഴയ നമ്പറുകളുമായി വീണ്ടും രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. അതിനെ സാധൂകരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. എന്താണ് മാരിയോ ജോസഫിൻ്റെ ആ പഴയ നമ്പർ എന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇയാളുടെ പൂർവ്വകാലം. സുലൈമാൻ എന്ന പേരിൽ ഇയാൾ മുസ്ലിമായി ജീവിച്ചിരുന്ന കാലത്ത് വിദ്യാർത്ഥിയായി അറബിക് കോളേജിൽ പഠിക്കുന്ന കാലം. അന്ന് ഇയാളുടെ ഗുരുനാഥൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്, അതായത് ഇന്നത്തെ സമസ്തയുടെ പ്രസിഡന്റ്. ഇയാൾ വിദ്യാർത്ഥിയായി പഠിക്കുന്ന കാലത്ത് ഇയാൾക്ക് കുറച്ച് ദുസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഇയാൾ അസാധാരണമായി നുണ പറയും. സാധാരണ നിലയിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, കുട്ടികളായിരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ നുണകളൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇയാൾ വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ കല്ല് വെച്ച നുണകൾ, അസാധാരണമായ നുണകൾ പറയാറുണ്ടായിരുന്നു എന്നാണ് ഗുരുനാഥനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. മാത്രവുമല്ല, ഒരേ കോളേജിൽ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ പരസ്പരം കലഹമുണ്ടാക്കുക, വിദ്യാർത്ഥികളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുക, പരസ്പരം തെറ്റിക്കുക, ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ, കുത്തിത്തിരിപ്പ് പരിപാടികളൊക്കെ ഇയാൾക്ക് ആ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഒരു വേള ഇയാളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ സകല സീമകളും ലംഘിച്ചതോടുകൂടി ഇനിയും ഇയാളെ ആ കോളേജിൽ പഠിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുനാഥനായ ജിഫ്രി തങ്ങൾ ഇയാളെ ആ കോളേജിൽ നിന്നും പുറത്താക്കി. പിന്നീട് ഇയാൾ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ക്രിസ്ത്യാനിയായിട്ടാണ്. സുലൈമാൻ എന്ന പേരുപേക്ഷിച്ച്
മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിച്ച് ഒരു ക്രിസ്ത്യാനിയായി ഇയാൾ രൂപം മാറിയിരിക്കുന്നു. തന്ത്രവും കുതന്ത്രവും കുബുദ്ധിയും സകല ഉടായ്പും കൈവശമുള്ള മാരിയോ ജോസഫ് വളരെ പെട്ടെന്ന് തന്നെ ചില ക്രൈസ്തവ സഭകളിൽ സ്വാധീനം നേടി. പിന്നെ വലിയ പ്രാസംഗികനായി, സുവിശേഷം പറയുന്നയാളായി, ശുശ്രൂഷകനായി ഇയാൾ മാറി. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ അധ്യാപനങ്ങളെ മറന്ന് ഇടയ്ക്കിടെ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്താനും മാരിയോ ജോസഫ് സമയം കണ്ടെത്തി. അങ്ങനെ അവസാനം ഒരു ദിവസം സ്വന്തം ഭാര്യയെ രക്തത്തിൽ കുളിപ്പിച്ച് മാലോകർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചതോടെ മാരിയോ ജോസഫ് എന്ന ക്രിമിനലിനെ ലോകത്താകമാനമുള്ള ഏറെക്കുറെ മലയാളികളും തിരിച്ചറിഞ്ഞു, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം. ക്രിസ്ത്യാനികളുടെ ഈ തിരിച്ചറിവ് ഫേസ്ബുക്കിൽ അയാളിടുന്ന പുതിയ വീഡിയോസിന് താഴെ, പുതിയ പോസ്റ്റുകൾക്ക് താഴെ, ക്രിസ്ത്യൻ വിശ്വാസികൾ ഇടുന്ന കമൻറ്റുകളിൽ നിന്നും വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ക്രിസ്ത്യാനികളുടെ ഈ തിരിച്ചറിവിനെ ഭയപ്പെട്ടു തുടങ്ങിയതുകൊണ്ടാണ് മാരിയോ ജോസഫ് പണ്ട് വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കെ പുറത്തെടുത്ത കുത്തിത്തിരിപ്പ് പരിപാടി, അതായത് വിദ്യാർത്ഥികൾക്കിടയിൽ കലഹമുണ്ടാക്കാൻ നടത്തിയ അതേ ശ്രമങ്ങൾ ഇവിടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ ഒരു കലഹമുണ്ടാക്കി, ഒരു തെറ്റിദ്ധാരണ പരത്തി ക്രിസ്ത്യാനികളിലെ തീവ്ര വിഭാഗത്തിൻ്റെ, കാസ പോലെയുള്ള തീവ്ര ശക്തികളുടെ സപ്പോർട്ട് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അയാളുടെ ലക്ഷ്യം. കാരണം വർത്തമാനകാല ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ അപരമത വിദ്വേഷവും വർഗീയതയും ഒക്കെ പ്രചരിപ്പിക്കുന്നവർക്ക് സംഘപരിവാറിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ആ രീതിയിലുള്ള കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയാൽ കാസ പോലെയുള്ള തീവ്രവാദ ശക്തികൾക്കിടയിൽ ഒരു കസേര കിട്ടുമെന്ന് മാരിയോ ജോസഫിന് നന്നായിട്ടറിയാം. അത്തരത്തിൽ കാസാകൂസന്മാർക്കിടയിൽ ഒരു ഇരിപ്പിടം പ്രതീക്ഷിച്ചുകൊണ്ടാണ് മാരിയോ ജോസഫ് ഈ രീതിയിലുള്ള നികൃഷ്ടമായ കളികളുമായി മുമ്പോട്ട് പോകുന്നത്. പക്ഷേ അത് നിഷ്കളങ്കരായ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികളുടെ ചിലവിലാവാൻ പാടില്ല. അതെൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുണ്ട്. അത് ഈ മാരിയോ ജോസഫിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ ജാഗ്രത കുറവുണ്ടായി എന്നുള്ളത് ഒരു സത്യമാണ്. അതിൻ്റെ കാരണം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യവേ അവിടെ കള്ളത്തരങ്ങൾ കാണിക്കുകയും കണക്കിൽ തിരിമറി നടത്തുകയൊക്കെ ചെയ്ത ഒരാളെ ആ സ്ഥാപനത്തിൽ നിന്നും പറഞ്ഞു വിടുമ്പോൾ അയാളുടെ ഭൂതകാലം കൃത്യമായി അന്വേഷിച്ച് പഠിക്കാതെ മറ്റൊരാൾ അയാളെ വിളിച്ചുകൊണ്ടുപോയി വളരെ വിശ്വാസത്തോടുകൂടി അയാളുടെ സ്ഥാപനത്തിൽ അയാൾക്ക് ജോലി കൊടുത്താൽ എങ്ങനെയുണ്ടാവും? അതേ അവസ്ഥയാണ് നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഈ മാരിയോ ജോസഫിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കള്ളത്തരങ്ങളും കലഹമുണ്ടാക്കലും തമ്മിലടിപ്പിക്കലും പതിവാക്കിയ ഒരുത്തനെ കയ്യോടെ പിടിച്ച് ഞങ്ങൾ പുറത്താക്കിയപ്പോൾ നിങ്ങൾ അവൻ്റെ ഭൂതകാലം അന്വേഷിക്കാതെ പിടിച്ചു കൂടെ ഇരുത്തി. ആ ജാഗ്രത കുറവാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. ഇനിയെങ്കിലും അത് ആവർത്തിക്കാതെ എത്രയും പെട്ടെന്ന് അത് തിരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക.